ഹോങ്കോങ്ങിൽ തടവിലാക്കപ്പെട്ട മാധ്യമ വ്യവസായിയും ജനാധിപത്യ പ്രവർത്തകനുമായ ജിമ്മി ലായുടെ മോചനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെട്ട് 100-ലധികം അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തയച്ചിരുന്നു. റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികൾ സംയുക്തമായാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. വിവിധ നേതാക്കളുടെയും പാർട്ടികളുടെയും ആവശ്യപ്രകാരമായിരിക്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോങ്കോങ്ങിൽ ജയിൽ അടയ്ക്കപ്പെട്ട ജിമ്മി ലായുടെ മോചനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോട് സംസാരിക്കുവാൻ ഒരുങ്ങുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹോങ്കോങ്ങിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും മതസ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതിന്റെയും പ്രതീകമായിട്ടാണ് ജിമ്മി ലായുടെ ജയിൽവാസത്തെ കണക്കാക്കുന്നത്. 76 വയസ്സുകാരനായ ജിമ്മി ലായ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തടവിലാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാക്കുന്നത് കണക്കിലെടുത്ത് എത്രയും വേഗം മാനുഷിക പരിഗണന നൽകി മോചിപ്പിക്കുവാൻ അമേരിക്ക ഇടപെടണമെന്നാണ് വിവിധ നേതാക്കൾ അയച്ച കത്തിലെ പ്രധാന ഉള്ളടക്കം. കത്തോലിക്ക വിശ്വാസിയായ ജിമ്മി ലായ് ഹോങ്കോങ്ങിലെ പ്രമുഖ പത്രമായിരുന്ന ആപ്പിൾ ഡെയിലിയുടെ സ്ഥാപകനാണ്. ദേശീയ സുരക്ഷാ നിയമം ലംഘിച്ചു എന്നാരോപിച്ചാണ് ചൈനീസ് അധികൃതർ അദ്ദേഹത്തെ ജയിലടച്ചത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളിൽ ജിമ്മി ലായുടെ വിഷയം മുൻഗണനയോടെ ഉൾപ്പെടുത്തണമെന്ന് നിയമനിർമ്മാതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ഹോങ്കോങ്ങിലെ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കുന്നതിൽ ഈ നീക്കം നിർണായകമാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ.